വിദ്യാസാഗർ റാവു ഇന്ന് ചെന്നൈയിലെത്തും. ജല്ലിക്കെട്ട് പ്രക്ഷോഭ മാതൃകയിൽ വിദ്യാർത്ഥികളെ അടക്കം അണിനിരത്തി പനീർശെൽവത്തിന് പിന്തുണയുറപ്പിക്കാൻ നീക്കം. തന്റെ അനുമതിയില്ലാതെ പാർട്ടി അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് പനീർശെൽവം ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കത്തയച്ചു. അണ്ണാ-DMK എംപിമാർ വൈകിട്ട് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 6 മണിക്കാണ് കൂടിക്കാഴ്ച. മനു ശങ്കർ ദില്ലിയിൽ നിന്ന് നൽകും വിശദാംശങ്ങൾ. മനു, ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്താണ്? ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങളും ഈ ജല്ലിക്കെട്ട് പ്രക്ഷോഭത്തിന്റെ മാതൃകയിൽ മറ്റും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു പിന്തുണ തേടുന്നു പനീർശെൽവം എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്. ഇത്തരം ഒരു നീക്കങ്ങൾ ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു. ചില സോഷ്യൽ മീഡിയകളും മറ്റും കേന്ദ്രീകരിച്ച് പനീർശെൽവത്തിന്റെ അനുയായികൾ ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരുന്നു എന്നാണ് ഇന്നലെ വൈകിട്ട് മുതൽ ചില തമിഴ് മാധ്യമങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇത് സ്ഥിരീകരിക്കുന്ന ചില നീക്കങ്ങൾ ഇന്ന് രാവിലെയോടുകൂടിയും നടത്തിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഈ ജല്ലിക്കെട്ടിന് അനുമതി തേടിക്കൊണ്ട് ഈ മറീന ബീച്ചിലേക്ക് മറ്റും ലക്ഷക്കണക്കിന് ആളുകൾ എത്തുകയും മറ്റും ചെയ്തിരുന്നു. ഇതേ മാതൃകയിൽ പനീർശെൽവത്തിനും പിന്തുണ അറിയിച്ചുകൊണ്ട് ആളുകളോട് എത്താനുള്ള ഒരു നിർദ്ദേശം വിവിധ മേഖലകളിൽ പനീർശെൽവത്തിന്റെ അനുയായികൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത്. അതേസമയം മഹാരാഷ്ട്രയുടെ കൂടി ചുമതലയുള്ള ഗവർണർ ശ്രീ വിദ്യാസാഗർ റാവു ഇന്ന് ഉച്ചയോടുകൂടി ചെന്നൈയിൽ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. തുടർന്ന് ഇരു കൂട്ടരെയും കാണും എന്നൊരു സൂചനകൾ ലഭിക്കുന്നുണ്ട്. 131 MLA-മാരും ഇപ്പോൾ ചെന്നൈ വിമാനത്താവളത്തിന് സമീപത്തുള്ള ഒരു നക്ഷത്ര ഹോട്ടലിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റു പാർട്ടികളൊന്നും സ്വാധീനിക്കാതിരിക്കാനുള്ള നീക്കമായിരുന്നു ശശികല ഇന്നലെ തന്നെ പിന്തുണ അറിയിച്ച MLA-മാരെ എല്ലാം നക്ഷത്ര ഹോട്ടലിലേക്ക് മാറ്റിയത്. ഇന്ന് ഗവർണർ മുമ്പാകെ ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ശശികലയും മറ്റു അനുയായികളും ഉള്ളത്. അതേസമയം പനീർശെൽവത്തിന്റെ അവകാശവാദത്തിൽ 4 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് ഇപ്പോഴും ഉറച്ചു പറയുമ്പോഴും മറ്റു കൂടുതൽ MLA-മാർ കൂടി തങ്ങളുടെ പക്ഷത്തേക്ക് എത്തുമെന്നാണ് പനീർശെൽവം വ്യക്തമാക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ ചില അണ്ണാ-DMK വക്താക്കളിൽ നിന്ന് സൂചനകൾ ലഭിച്ചിരുന്നത് പിന്തുണയ്ക്കുന്ന MLA-മാരും MP-മാരും ഇന്ന് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ശ്രമങ്ങൾ ശശികല നടത്തുന്നു എന്നതായിരുന്നു. തുടർന്ന് രാഷ്ട്രപതി മുമ്പാകെ എത്തി ഈ എല്ലാ MP-മാരുടെയും MLA-മാരുടെയും പിന്തുണ അറിയിക്കാനുമാണ് ഇരുന്നത്. പക്ഷേ ഗവർണർ ഇന്ന് ഉച്ചയോടുകൂടി എത്തും എന്ന് വ്യക്തമായ ഒരു സാഹചര്യത്തിൽ 9ഓളം MP-മാർ ഇപ്പോൾ ദില്ലിയിൽ ഉണ്ട് എന്നാണ് കരുതുന്നത്. ചെന്നൈയിൽ നിന്ന് ദില്ലിയിലേക്ക് ഇന്നലെയാണ് MP-മാർ എത്തിയത്. തുടർന്ന് ഇന്ന് വൈകിട്ടോടുകൂടി രാഷ്ട്രപതി മുമ്പാകെ എത്തി ഭൂരിപക്ഷം തെളിയിക്കാൻ ഇനിയും അവസരം നൽകാതിരിക്കരുത്, ഇത്തരം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് സമയം നീട്ടിക്കൊണ്ടു പോകരുത്, സംസ്ഥാനത്തിനകത്ത് ഒരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഇനിയും ഉണ്ടാക്കരുത് എന്ന് രാഷ്ട്രപതി മുമ്പാകെ ചൂണ്ടിക്കാട്ടുമെന്നാണ് അറിയുന്നത്. ഇതോടൊപ്പം ഈ ശശികല സസ്പെൻഡ് ചെയ്തിരുന്ന 2 IAS ഉദ്യോഗസ്ഥരെ കൂടി ഇപ്പോൾ തിരികെ പ്രവേശിപ്പിച്ചുകൊണ്ട് പനീർശെൽവം ഉത്തരവിട്ടിരിക്കുന്നു എന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. ശക്തമായ നീക്കങ്ങളാണ് പനീർശെൽവത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ജയലളിതയുടെ മരണത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ നടത്തുമെന്ന് പനീർശെൽവം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജയലളിതയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന 2 IAS ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്ന 2 IAS ഉദ്യോഗസ്ഥരെ കൂടി ഇപ്പോൾ തിരികെ പ്രവേശിപ്പിച്ചുകൊണ്ട് പനീർശെൽവം ഉത്തരവിറക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം മറ്റൊരു ശ്രദ്ധേയമായ നീക്കം ഈ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പനീർശെൽവം ഇപ്പോൾ കത്തയച്ചിരിക്കുന്നു എന്നതാണ്. പാർട്ടിയുടെ ട്രഷററും താൻ തന്നെയാണ്. ഈ നിയമസഭാ കക്ഷി നേതാവായി ശശികലയെ തെരഞ്ഞെടുത്തത് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് പണം പിൻവലിക്കുന്നതിനുള്ള എല്ലാ അധികാരങ്ങളും തനിക്ക് തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പനീർശെൽവം ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് കത്തയച്ചിട്ടുമുണ്ട്. ഇത്തരമുള്ള സജീവമായ നീക്കങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നത്. മനു. ശരി മനു, അടുത്ത വാർത്തകളിൽ അടുത്ത സമയങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മനുവിലേക്ക് എത്താം. ഏതായാലും ഈ വിഷയം തന്നെയാണ് ഇന്ന് ദേശീയ രാഷ്ട്രീയം നിർണായകമായി ചർച്ച ചെയ്യുന്നത്. ഇന്നലെയും ഈ വിഷയത്തിൽ ഒരുപാട് ചർച്ചകൾ നമ്മൾ നടത്തിയിരുന്നു. ഇന്നും അതിഥികൾ നമ്മോടൊപ്പം വിവിധ സ്റ്റുഡിയോകളിൽ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ശ്രീമതി ഉഷ തെങ്ങുംതൊടിയിൽ അണ്ണാ-DMK-യുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, ഒപ്പം തന്നെ ജന്മഭൂമിയുടെ റെസിഡന്റ് എഡിറ്റർ ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഒപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ PV തോമസിനെ ദില്ലിയിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീമതി ഉഷ തെങ്ങുംതൊടിയിൽ, കമൽഹാസൻ പറഞ്ഞ ആ വാചകമാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ജയലളിതയുടെ കൂടെ 33 വർഷം താമസിച്ചു എന്നത്, അല്ലെങ്കിൽ അടുപ്പമുണ്ടായിരുന്നു എന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയാണോ? ഒരിക്കലുമല്ല. കാരണം ഇപ്പൊ 2 വ്യക്തികൾ തമ്മിലാണ് ഇപ്പം ചെന്നൈയിൽ മുഖാമുഖം നേരിട്ട് നിൽക്കുന്നത്. ഒന്ന് 77 മുതൽ AIADMK-യിൽ ചെറിയ അതായത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ആളുകൾ അംഗീകരിക്കപ്പെട്ട് ഒരു 2 പ്രാവശ്യം അമ്മയുടെ അനുമതിയോടുകൂടെ മിനിസ്റ്റർ സ്ഥാനത്ത് വന്നിരിക്കുന്ന OPS-ഉം അമ്മയുടെ നിഴല് പോലെ അമ്മയുടെ ഒരു പരിചാരികയായി അമ്മയ്ക്ക് കൂട്ടിന് നടന്നിരുന്ന ശശികല മേഡവും, ഇവർ 2 പേരുമാണ് ഇന്ന് ഈ ഒരു സ്ഥാനത്തിന് വേണ്ടി നിൽക്കുക. പക്ഷേ എന്തുകൊണ്ട് അമ്മ
35 വർഷം പിന്നാലെ നടന്ന ഈ ഒരു ശശികല മേഡത്തിന് ഒരു പോസ്റ്റ് പോലും, അറ്റ്ലീസ്റ്റ് ഒരു പൊതുക്കുളു ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പോസ്റ്റ് പോലും അമ്മ കൊടുത്തില്ല. പിന്നെ 77-ൽ തൻ്റെ ADMK പിന്നെ ചേർന്ന് അന്നു മുതൽ ഈ ഒരു പാർട്ടിക്ക് വേണ്ടി അഹോരാർത്ഥം തൻ്റെ ജീവിതം തന്നെ അമ്മയ്ക്കും പാർട്ടിക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ച OPS. ഇതില് ജനങ്ങൾ തിരഞ്ഞെടുക്കണം ഇനി ഇവരെ രണ്ടുപേരെ. എൻ്റെ പക്ഷം കമൽ സാർ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരാൾ സന്തത സഹചാരിയായി നടന്നത് കൊണ്ട് മാത്രം ഇത്രയും വലിയൊരു ജനതയെ ഭരിക്കാനുള്ള കഴിവുണ്ടാവില്ല. പിന്നെ പണം, കൂടെ നിൽക്കുന്നു കുറെ MLA-മാര്, ഇല്ലെങ്കിൽ കൂടെ നിൽക്കുന്നു മറ്റുള്ളവർ, അത് ഒരു ഘടകമല്ല തമിഴ്നാടിനെ ഭരിക്കണം എന്നുള്ളതിന്. തമിഴ്നാടിനെ ഭരിക്കണമെങ്കിൽ ഭരണക്രമം മനസ്സിലാക്കിയ ഭരണ നേതാക്കൾ വേണം. OPS ഭരിച്ചു വന്ന ആളാണ്. കാരണം കുഞ്ഞിലേ മുതൽ 77-ലാണ് അദ്ദേഹം ഈ ADMK-യിലോട്ട് കാലെടുത്ത് വെക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം ADMK-ന്റെ നിഴലായിരുന്നു. ഇന്ന് അമ്മയുടെ സ്പന്ദന, അമ്മ എന്ത് പറയുന്നു ശിരസാ വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ നിർബന്ധിച്ച് പിന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിപ്പിക്കുക, അമ്മയുടെ വിശ്വസ്തരായിരിക്കുന്ന IAS IPS-മാരെ മാറ്റുക. ഇപ്പൊ കേൾക്കുന്നു 139 പിന്നെ MLA-മാരെ കൊണ്ടുപോയി അടച്ചുപൂട്ടി വെച്ചിരിക്കുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് താങ്കൾ ഈ പറഞ്ഞ അമ്മയുടെ കൂടെ നിഴലായി ഉണ്ടായിരുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വൈചിത്ര്യം. ആ വൈചിത്ര്യം കണ്ടാണല്ലോ കുറച്ച് ചങ്കുറപ്പുള്ള, കുറച്ച് സത്യസന്ധമായി സംസാരിക്കാൻ നിൽക്കുന്ന ഞങ്ങളെ പോലുള്ള കുറച്ചു പേർ മാറി നിൽക്കുന്നത്. അതെന്നും നടക്കണമെന്നില്ലല്ലോ. ഒരാൾ ഒരു പാർട്ടിക്കകത്ത് അരാജകത്വം നടക്കുമ്പോ അതിൽ സത്യസന്ധത ഇല്ല എന്ന് കണ്ടാൽ കുറച്ചൊക്കെ വ്യക്തിത്വം ഉള്ളവർ മാറി നടക്കും. അങ്ങനെ മാറി നടക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അന്യായം, അനീതി, ജനങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്നവരാണ്. അവരെ ഒരിക്കലും നമ്മൾ ചതിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, അമ്മ 77 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ശശികല മാം ചെയ്യേണ്ടിയിരുന്നത് ആ 77 ദിവസങ്ങളിൽ എന്താണ് അവിടെ സംഭവിച്ചത്, കറ കളഞ്ഞ് അവരത് ജനങ്ങളെ അറിയിക്കണമായിരുന്നു. OPS ഇന്നലെ പറയുന്നു ഞാൻ പോലും പോയിട്ട് എന്നെ പോലും കാണാൻ അനുവദിച്ചില്ല എന്ന്. ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ചാനൽ ചർച്ചയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ അമ്മ കിടന്നപ്പോൾ പോലും എൻ്റെ അടുത്ത് പലരും തുറന്നു ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാനൊരു ചിരിയിൽ ഒതുക്കിയതിൻ്റെ അർത്ഥം ഇതായിരുന്നു. കാരണം എനിക്ക് അന്ന് ഒന്നും തുറന്നു പറയാൻ പറ്റില്ല. ഒരു വേള ആരെങ്കിലും പ്രാർത്ഥന കൊണ്ട് അമ്മ തിരിച്ചു വന്നാൽ അമ്മ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് പാർട്ടിയെ തള്ളിപ്പറഞ്ഞു, അല്ലെങ്കിൽ പാർട്ടിയിലുള്ള ആൾക്കാരെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. പക്ഷെ അന്നും വ്യക്തമായിട്ട് എനിക്ക് അറിയാമായിരുന്നു അന്തർനാടകങ്ങൾ നടക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ചോദിച്ച ചോദ്യത്തിനും ഒരു ചിരിയിൽ ഞാൻ മറുപടി ഒതുക്കിയത്. പക്ഷെ ഇന്ന് ഞാൻ തുറന്നു പറയുന്നു, ഇദ്ദേഹം OPS തന്നെ അമ്മയുടെ മനസ്സ് അമ്മ പല സ്ഥലത്തും പല ഇതിലും അമ്മ OPS-നെ പറ്റി വർണ്ണിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് OPS-നെ ഞാൻ 1-2 പ്രാവശ്യം എൻ്റെ സ്ഥാനത്തേക്ക് നിർത്തുന്നു എന്ന്. അദ്ദേഹം രാമൻ കാട്ടിൽ പോയപ്പോൾ ഭരതന്റെ കഥ പറഞ്ഞാണ് അദ്ദേഹത്തെ ഉപമിച്ചത്. അത്രമേൽ സ്ഥാനം അമ്മയ്ക്കും ജനങ്ങളിലും OPS-ന് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരാളും വിചാരിച്ചാൽ തുടച്ചു നീക്കാൻ പറ്റുന്നതല്ല. ജനവിധി തേടട്ടെ. ഇപ്പൊ ജല്ലിക്കെട്ട് പോലെ തന്നെ മനുഷ്യർ അവിടെ ഒത്തൊരുമയോടുകൂടെ പബ്ലിക്, നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ആളുകൾ പുറത്തിറങ്ങി സമരം ചെയ്തത് വെളിപ്പെടുത്തും. പക്ഷെ തമിഴ് ജനത അങ്ങനെയല്ല. അവര് മനസ്സിൽ ഒതുക്കി വെക്കുമല്ല. ഒരു സുപ്രഭാതത്തിൽ അവര് പൊട്ടി പുറത്തു വന്നാൽ അന്ത്യം കണ്ടിട്ടേ അവരടങ്ങുള്ളൂ. ഇപ്പൊ എടുത്തിരിക്കുന്ന നയം അവര് ജല്ലിക്കെട്ട് മാതിരി തന്നെ ഈ ജനങ്ങൾ പുറത്തു വരുമ്പം തീർച്ചയായും ഇതിനൊരു അന്ത്യം ഉണ്ടാവും, ഇതിനൊരു തെളിവുണ്ടാവും. എല്ലാ തെളിവുകൾ, അതായത് അമ്മ മരണപ്പെട്ട കാരണങ്ങൾ മുതൽ കൊണ്ട് അമ്മ എങ്ങനെ മരിച്ചു, എന്തുകൊണ്ട് ആളുകളെ അമ്മയെ കാണിച്ചില്ല, എന്തുകൊണ്ട് പെട്ടെന്ന് ശവസംസ്കാരങ്ങൾ നടത്തി, ഇതിനെല്ലാത്തിനും ഉത്തരം 6.5 കോടി ജനങ്ങൾ പ്ലസ് ഇന്ത്യയിലെ ജനങ്ങൾ പ്ലസ് വേൾഡിലെ ജനങ്ങളെ പോലെ തന്നെ എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ഇതിന്റെ ഉത്തരം ശശികലാമ്മ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിവിടെ പിടിച്ചു നിൽക്കാം. ശരി, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഒരു സംസ്ഥാനത്തിൽ അവിടെ മുഖ്യമന്ത്രി ഇല്ല. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നത് ഗവർണറിലേക്കാണ്. എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയുടെ കൂടി ചുമതല വഹിക്കുന്ന തമിഴ്നാട് ഗവർണർ വിദ്യാസാഗർ റാവു ഇതുവരെ ചെന്നൈയിലേക്ക് എത്താത്തത്? ആരാണ് അദ്ദേഹത്തോട് ചെന്നൈയിലേക്ക് നിലവിൽ പോകണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ആരും പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം തമിഴ്നാടിൻ്റെ കൂടി ചുമതലയുള്ള മഹാരാഷ്ട്ര ഗവർണറാണ്. അപ്പോൾ അദ്ദേഹം വരേണ്ട സമയത്ത് അദ്ദേഹം എത്തും.
അദ്ദേഹം നേരത്തെ നിശ്ചയിച്ച പരിപാടി അനുസരിച്ചിട്ടാണ് ഞാനൊരു സംശയം ഇന്ന് ചോദിച്ചോട്ടെ? ഉച്ചക്ക്. ഇതിനപ്പുറത്തേക്ക് തമിഴ്നാട്ടിൽ ഇനി എന്ത് സംഭവമാണ് ഒരു ഗവർണർ വരാൻ ഉണ്ടാകേണ്ടത്? ഗവർണർ ഇന്ന് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഗവർണർ എത്തുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് 3-4 ദിവസങ്ങളായി സാർ. അല്ല, ഇന്ന് എത്തുമെന്ന് പറഞ്ഞാൽ ഇന്നലെ വരാൻ പറ്റത്തില്ലല്ലോ. ഒരു ഗവർണർ എന്ന് പറഞ്ഞാൽ ഇന്ന് വരുമെന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ നമ്മൾ പറഞ്ഞിരുന്നു ഗവർണർ ഇന്നലെ രാവിലെ വരും. ഗവർണർ അങ്ങനെ പറഞ്ഞില്ല. ഇന്ന് രാവിലെ ഞാൻ എത്തുമെന്ന് ഗവർണർ പറഞ്ഞില്ല. നമ്മൾ മാധ്യമങ്ങൾ പല കാര്യങ്ങളും ഇങ്ങനെ ഊഹിച്ച് ഇന്നെത്തുമായിരിക്കും, നാളെ എത്തുമായിരിക്കും എന്നൊക്കെ പറയുന്നു. ഗവർണർ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നെത്താനാണ്. അപ്പോൾ ഇന്ന് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് അതാണ് വിശ്വസിക്കേണ്ടത്. അല്ലാതെ വേറെ ആരെങ്കിലും ഇന്നെത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ കയറി പിടിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. അതിന് വേറൊരു കാര്യമുണ്ട്. ഒന്ന്, ഒരു സംസ്ഥാനത്ത് അവിടെ ഒരു ഭരണഘടനാപരമായ പ്രതിസന്ധി കൂടി വരും. ഇപ്പോൾ പറഞ്ഞതുപോലെ ശശികലയെ അവരുടെ പാർട്ടിയിലെ MLA അത് ഏത് രീതിയിലെങ്കിലും ആയിക്കോട്ടെ ചേർന്ന് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. അപ്പോൾ സ്വാഭാവികമായും അവരെ സത്യപ്രതിജ്ഞയ്ക്ക് എത്രയും വേഗം വിളിക്കേണ്ട ഒരു സാഹചര്യം അവിടുത്തെ ഗവർണർക്കില്ല. അതല്ലേ ഭരണഘടനാപരമായ ചുമതല. മറ്റൊന്ന്, അദ്ദേഹം അവിടെ പനീർ ശെൽവത്തിന് സമയം കൊടുക്കുകയാണ്. ഇങ്ങനൊരു കാര്യം വരുമ്പോൾ ഒരു പക്ഷേ കുതികാൽ വെട്ടിനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ചാക്കിട്ടുപിടുത്തത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയല്ലേ എന്ന ആരോപണം ഉയർന്നാൽ എന്തു പറയും? അല്ല, ഈ ചാക്കിട്ട് പിടുത്തം കൂടുതൽ സത്യപ്രതിജ്ഞ ചെയ്താലും ചാക്കിട്ട് പിടുത്തമൊക്കെ നടക്കാറില്ല. മുഖ്യമന്ത്രിയായി ശശികല സത്യപ്രതിജ്ഞ ചെയ്താലും ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് അവസരം കൊടുക്കുമല്ലോ. അതിനിടയിൽ നാടകങ്ങൾ പലതും നടക്കാം. അതൊന്നും അല്ല ഗവർണർ നോക്കുന്നതാകുന്നു. ഗവർണർക്ക് ചാക്കിട്ട് പിടുത്തത്തിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം ഭരണഘടനയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ്. അദ്ദേഹം ഭരണ പരിചയം ഉള്ളയാൾ. കേന്ദ്രമന്ത്രിയായിരുന്നു, സംസ്ഥാനത്തിൽ മന്ത്രിയായിരുന്നു. അങ്ങനെ ഒരുപാട് സമ്പന്നനായിട്ടുള്ള ഒരു മുതിർന്ന പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തെ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം എത്തേണ്ട സമയത്ത് ഗവർണറുടെ സാന്നിധ്യം എപ്പോൾ തമിഴ്നാട്ടിൽ ആവശ്യമുണ്ടോ ആ സമയത്ത് എത്തും. ഇന്നിപ്പോൾ അടിയന്തരമായി പറന്നു വരേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. ഗവർണർ എത്തിയാൽ ഗവർണർ മുമ്പിൽ അവകാശവാദം ഉന്നയിക്കണം. ബോധ്യപ്പെട്ടാൽ ഗവർണർ സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കും. അതാണ് അതിൻ്റെ നടപടിക്രമം. അല്ലാതെ ഗവർണർ എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ള ഒരു വേവലാതിക്കൊന്നും ഇപ്പം അടിസ്ഥാനമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ പി വി തോമസ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ദില്ലി സ്റ്റുഡിയോയിൽ നിന്നും. ശ്രീ പി വി തോമസ്, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഒരു അടിയന്തര സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഗവർണർ ചെന്നൈയിലെത്താൻ വൈകിയത് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ഉൾക്കളികൾ നടന്നിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഈ തമിഴ്നാട്ടിൽ ഇപ്പോൾ വരുന്ന രാഷ്ട്രീയ നാടകം വളരെ സങ്കീർണമായിട്ട് സംഭവമാണ്. ഇതിൽ ആരെല്ലാമാണ് കഥാപാത്രങ്ങൾ? ശശികലയുണ്ട്, ഗവർണറുണ്ട്. ഞാൻ താങ്കളിലേക്ക് ഒരു നിമിഷം തരിക. ഇപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമി മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഗവർണറെ അടക്കം വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വാക്കുകൾ വന്നിരിക്കുന്നത്. നമുക്ക് അത് കണ്ടിട്ട് തിരികെ വരാം. नहीं समझते हो तो कोई बात नहीं, परंतु ये तो जोक तो था। हाँ, तो और मनमोहन सिंह जो मैं था वहाँ, तो मनमोहन सिंह ने तो कोई रिएक्शन नहीं, वो तो बैठे रहे। मनमोहन सिंह को इन लोगों को परसुएट करना पड़ा कि उठ के निकलो। तो मुझे लगता है कि आगे प्रधानमंत्री जब भी जोक करेंगे वो इटालियन भाषा में करना चाहिए, क्योंकि इनको हिंदी समझ में नहीं आती। कांग्रेस बायकॉट की भी बात कह रही है सदन से, जहां प्रधानमंत्री करने दीजिए, क्या फ़र्क पड़ता है? यानी इनके बिना तो पार्लियामेंट चल सकती है। कल तो पार्लियामेंट അദ്ദേഹം ഇന്നലെ പ്രധാനമന്ത്രിയുടെ വാക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വരാം അതിലേക്ക്. ശ്രീ പി വി തോമസ്, ഒരിക്കൽ കൂടി താങ്കൾക്ക് തുടരാം. താങ്കൾ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി. അതായത് ഈ കഥാപാത്രങ്ങളെല്ലാം ഉണ്ട്. പനീർ സെൽവം ഉണ്ട്, അനധികൃത കേസിൻ്റെ വിധിയുണ്ട്, അതുപോലെ തന്നെ ദീപ ജയകുമാർ എന്നൊരു കഥാപാത്രമുണ്ട്, ജയലളിതയുടെ മരുമകൾ. പിന്നെ ഒരു ഭരണഘടനാ പ്രതിനിധി ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ അറിയാവുന്ന പോലെ മൂന്നാമത്തെ ലാർജസ്റ്റ് പാർട്ടിയാണ് AIDMK എന്ന് പറയുന്നത് ലോക്സഭയിലെ. അപ്പോൾ ഇതൊന്നും ചെറുതായിട്ട് കാണാവുന്നതല്ല. കേന്ദ്രത്തിൻ്റെ റോളുണ്ട്, തീർച്ചയായിട്ടും വ്യക്തമായിട്ടും ഇതിലുണ്ട്. ഇങ്ങനെയുള്ള പിന്നെ ജയലളിതയുടെ മരണത്തിന് ദുരൂഹതയെക്കുറിച്ചുള്ള സംഭവങ്ങളുണ്ട്. ഇങ്ങനെയെല്ലാം കെട്ടിമറിഞ്ഞ് കിടക്കുകയാണ്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? നമ്മൾ ഗവർണർ കാര്യത്തിലേക്ക് വരാം. എന്താണ് ഒരു ഗവർണറുടെ ജോലി എന്ന് പറയുന്നത്? എന്താണ്? ഒരു സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പ്രതിസന്ധി, ഇതുപോലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഗവർണർ വേറൊരു സ്റ്റേറ്റിൻ്റെ അധികാരമുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ അവിടെ പോയിരിക്കുകയാണോ വേണ്ടത്? ഗവർണർ തീർച്ചയായിട്ടും ചെന്നൈയിൽ ഉണ്ടായിരിക്കണമായിരുന്നു ഇതിനു മുമ്പ് തന്നെ, ഇന്നല്ല 2 ദിവസം മുമ്പ് ഉണ്ടായിരിക്കണമായിരുന്നു. അത് ഉണ്ടായില്ല. എന്തുകൊണ്ടും ഉണ്ടായില്ല? പെട്ടെന്ന് ഒരു ദിവസം എന്തുകൊണ്ട് പനീർ സെൽവം പറയുന്നു, എന്നോട് അമ്മ പറഞ്ഞായിരുന്നു നീ മുഖ്യമന്ത്രിയാകണമെന്ന് പറയുന്നതുകൊണ്ട് പെട്ടെന്ന് വരുന്നു. അത് ആരാണ് അതിന് പറയുന്നുള്ളത്? കേന്ദ്രമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അല്ലേ എന്ന് ചോദ്യം ഉണ്ടാകാം തീർച്ചയായിട്ടും. ഗവർണർ എന്തുകൊണ്ട് ആജ്ഞ എടുക്കുന്നില്ല?
ഗവർണർ തലേദിവസം കണ്ടതാണ്, രാജ്നാഥ് സിംഗിനെ ഗൃഹമന്ത്രി കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടി വായിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ജയലളിതയ്ക്ക്, ശശികലയ്ക്ക് MLA-മാരെ വിലയ്ക്ക് വാങ്ങിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. കാശ് ഇഷ്ടം പോലെയുണ്ട്. 139 140 എത്ര മണിലും കൊണ്ടുവരാം. അവരെ കൊണ്ട് 5 സ്റ്റാർ ഹോട്ടലിൽ അടയ്ക്കാം, എന്നിട്ട് അവരെ തീറ്റിപ്പോറ്റാം. അത് ചെയ്യാം. പനീർശെൽവത്തെ ആരാണ് മുമ്പോട്ട് തള്ളിവിടുന്നുള്ള കാര്യം ചോദ്യമുണ്ട്. അത് ഞാൻ ശശികലയുടെ കൂടെയുമല്ല, പനീർശെൽവത്തിൻ്റെ കൂടെയുമല്ല. പക്ഷേ ജനാധിപത്യമാണ് ഇവിടെ കുരുതിക്ക് കൊടുക്കപ്പെടുന്നത് എന്നുള്ള കാര്യം ജനകീയമായ സത്യമാണ് നമ്മുടെ കാണുന്നത്. അതുകൊണ്ട് ശശികലയ്ക്കാകാമോ, ഒരു തോഴിക്കാകാമോ എന്ന് ചോദിച്ചാൽ റാബറി ദേവി ആയില്ലേ എന്ന് തിരിച്ചു ചോദിച്ചേക്കാം. പക്ഷേ തോഴിക്ക് എന്തോ ജനകീയമായിട്ടുള്ള അവകാശമാണുള്ളത്. ഒറ്റ തെരഞ്ഞെടുപ്പ്, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും ജയിച്ചിട്ടില്ല ശശികല എന്ന് പറയുന്ന ഈ തോഴി. അവർ തോഴിയോക്രസിയാണ് നമുക്ക് വേണ്ടത്, ഡെമോക്രസിയാണ് വേണ്ടത് എന്നുള്ള കാര്യം നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. പന്നീർശെൽവന്മാരാണ് പെട്ടെന്ന് എന്താണ് പന്നീർശെൽവത്തിന് ഒരു ഊർജ്ജം കിട്ടുന്നത്? അത് കേന്ദ്രത്തിൻ്റെ പുറകിലുള്ള ഒരു ശക്തി കൊണ്ടാണോ, ഗവർണർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണോ, ഈ ജല്ലിക്കെട്ട് രീതിയിൽ പുറത്തേക്ക് ജനങ്ങൾ വരുമെന്ന് പറയുന്നു? അത് ശരിയായിട്ടുള്ള വികാരമാണെങ്കിൽ കൊള്ളാം, നല്ല കാര്യം തന്നെയാണ്. ജനങ്ങളുടെ നേതാവായിട്ട് തന്നെ അദ്ദേഹം വരട്ടെ. ഈ സത്യപ്രതിജ്ഞ താമസിപ്പിക്കുന്നത് തന്നെ ശരിയല്ല. അഭിഭാഷകർ പറയുന്നുണ്ട്, നിയമ വക്താക്കൾ പറയുന്നുണ്ട്, അതായത് ഗവർണർക്ക് വേണമെങ്കിൽ ഇത് ഡിഫർ ചെയ്യാം, നീട്ടിക്കൊണ്ടുപോകാം സത്യപ്രതിജ്ഞ. പക്ഷേ ഒരു കാരണവശാലും അത് റിജക്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഈ ശശികലയാക്കണം എന്നുള്ള കാര്യം. പക്ഷേ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫർ ചെയ്യുവാൻ പോലുമുള്ള പ്രൊറോഗേറ്റീവ് ഇല്ല ഗവർണർക്ക്. ഗവർണർക്ക് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അപ്പോൾ തന്നെ അത് സത്യപ്രതിജ്ഞ ചെയ്യാന്നുള്ളതാണ്. കേസിൻ്റെ വിധി കിടപ്പുണ്ട്, പക്ഷേ അതും ഇതും ആയിട്ട് ഗവർണർക്ക് യാതൊരു ബന്ധവുമില്ല. ഗവർണർക്കുള്ള ബന്ധം അദ്ദേഹത്തിന് ഇട്ടിരിക്കുന്ന റിക്വസ്റ്റാണ്. അതനുസരിച്ച് ശശികലയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റായിരുന്നു ഗവർണറുടെ ചുമതല. തീർച്ചയായിട്ടും ആ ചുമതല അദ്ദേഹം വേണ്ട രീതിയിൽ നിറവേറ്റിയോ എന്നുള്ളതാണ് ചോദ്യം. ഒരു കാര്യം, അതായത് ഇപ്പോൾ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്താൽ എത്രയും വേഗം അവരെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കുക എന്നുള്ളതാണ് ഗവർണറുടെ മുന്നിലുള്ള വഴി. വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയും എന്ന് ചില ഭരണഘടനാ വിദഗ്ധർ പറയുകയുണ്ടായി. ഇപ്പോൾ സുപ്രീം കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കുക എന്ന സന്ദേശമായിരിക്കും ഇന്ന് അണ്ണാ-DMKക്ക് ഗവർണർ നൽകുക എന്ന സൂചനയുമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ കഴിയുമോ? ശ്രീ പി വി തോമസ്, താങ്കളോട് തന്നെ. അതായത് അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാമോ എന്നുള്ള കാര്യം ഇതെല്ലാം നമുക്കറിയാമല്ലോ. 2 ഉദാഹരണങ്ങൾ മുമ്പിലുണ്ട്. ഉത്തരാഖണ്ഡിലെ ഗവൺമെന്റിനെ കേന്ദ്രം പിരിച്ചുവിട്ടു ആർട്ടിക്കിൾ 356 മിസ്യൂസ് ചെയ്തുകൊണ്ട്. അരുണാചൽ പ്രദേശിലെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു ആർട്ടിക്കിൾ 356 ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട്. എന്നിട്ട് സുപ്രീം കോടതി ഇടപെട്ടാണ് ഈ 2 ഗവൺമെന്റിനെയും റിസ്റ്റോർ ചെയ്ത് വീണ്ടും സ്ഥാനത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ അതുപോലെയുള്ള ഈ തിരിമറികളൊക്കെ നടത്താൻ സാധിക്കും, അത് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത്. പക്ഷേ ശരിയായ രീതിയിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഒരു നീക്കമാണ് ഗവർണർ ഭാഗത്തെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കോടതി വിധിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കോടതി വിധി വരുമ്പോൾ അതനുസരിച്ച് മന്ത്രിസഭ പോവുകയോ ചീഫ് മിനിസ്റ്റർ രാജിവെക്കുകയോ ചെയ്യേണ്ടി വന്നിരിക്കും, ചെയ്തിട്ടുണ്ടല്ലോ ഇതിനു മുമ്പും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കാതെ യാതൊരു തടസ്സവും കൂടാതെ താമസവും കൂടാതെ പുതിയ മന്ത്രിസഭയെ കൊണ്ടുവരികയും ഒരു ഭരണഘടനാ വാക്യവും ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുകയാണ് ഗവർണർ ചെയ്യേണ്ടത്. അതായത് ഗവർണർ ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുകയല്ല വേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി ഉഷ, വലിയ നീക്കങ്ങളാണ് നടക്കുന്നത്. അതായത് ശശികല പിരിച്ചുവിട്ട IAS IPS ഉദ്യോഗസ്ഥരെ പനീർശെൽവം തിരിച്ചെടുത്തിരിക്കുന്നു. പോയസ് ഗാർഡൻ ജയ സ്മാരകമാക്കാനുള്ള നീക്കം നടക്കുന്നു. അങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റ്സുകൾ തമിഴ്നാട് കേന്ദ്രീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ കരുതുന്നുണ്ടോ ഇപ്പോൾ ഈ നിൽക്കുന്ന 130 പേരുണ്ടല്ലോ ശശികലയുടെ കൂടെ നിൽക്കുന്നത്, പക്ഷേ പനീർശെൽവം ഇപ്പോഴും പറയുന്നത് 45ഓളം പേരുടെ പിന്തുണ എനിക്കുണ്ട് എന്ന് ഉറപ്പിച്ച് അദ്ദേഹം പറയുകയാണ്. ഇവരിൽ പലരും ഇപ്പുറത്തേക്ക് വരും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായും. കാരണം അമ്മ എന്നും പ്രസംഗിച്ചിരിക്കുന്നത് ഒരു കാര്യമേ ഉള്ളൂ, എനിക്കാരുമില്ല, മക്കളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളുടെ അമ്മയായിട്ടാണ് പിന്നീട് അമ്മ അറിയപ്പെട്ടത്. എനിക്ക് ഒരു കാര്യം ഇപ്പോൾ പറയാനുള്ളത്, അമ്മയുടെ അത്ര സ്വത്തുക്കളും അമ്മയ്ക്ക് കാലശേഷം സ്മാരകങ്ങൾ പോലെ അനാഥാശ്രമങ്ങളും വയോവൃദ്ധ കേന്ദ്രങ്ങളും ഹോസ്പിറ്റൽസും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ച് അമ്മയുടെ പേര് ഈ ഭൂമി ഉള്ളിടത്തോളം കാലം അമ്മയുടെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇവരാദ്യം ശ്രമിക്കേണ്ടിയിരുന്നത്. മറിച്ച് ഇത്രയും അമ്മയുടെ മനസ്സറിയാവുന്ന ശശികലാമ്മ ചെയ്തത് അവരാദ്യം സെക്രട്ടറി പോസ്റ്റിലോട്ടും പിന്നീട് മന്ത്രി പോസ്റ്റിലോട്ടും ഒക്കെ കയറാനുള്ള വ്യഗ്രത കാണിക്കുന്നതിനേക്കാൾ മുൻപ് അവർക്ക് ചെയ്യാമായിരുന്നു. അമ്മയുടെ മനസ്സ് 35 വർഷം അവരറിയുന്നു എന്ന് പറയുന്നു. അങ്ങനെ അറിഞ്ഞിരുന്നു എങ്കിൽ ഇത് നേരത്തെ പറഞ്ഞതാണ്, അവരാദ്യം അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറെ ആതുരാലയങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്ത് ജനഹൃദയങ്ങളിൽ അവരൊരു ഇടം പിടിക്കണമായിരുന്നു.
അവരത് ചെയ്യാതെ അമ്മയുടെ സന്തത സഹചാരികളായിരുന്ന എല്ലാവരെയും പിരിച്ചുവിടുക, മിനിസ്റ്റർ സ്ഥാനത്ത് നിന്ന് ബലമായി OPS രാജിവെപ്പിക്കുക, പിന്നെ MLA-മാരെ കൊണ്ടുപോയി പൂട്ടിയിടുക. ഇതൊക്കെ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഭയമാകുന്നു നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ഇന്ന് ഇത്രയും ഒച്ചത്തിൽ ഞാൻ വിളിച്ചു പറയുന്ന സത്യങ്ങൾ നാളെ എനിക്കൊരാപത്തായി തന്നെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിലെനിക്ക് കാര്യമില്ല. എന്നാലും ഞാൻ പറയട്ടെ, ജനങ്ങൾ നമുക്ക് 1947 സ്വാതന്ത്ര്യം മേടിച്ചു തന്നത് എന്തിനാണ്? പരസ്പരം സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാനാണ്. പക്ഷെ ഈ സ്വാതന്ത്ര്യം വീണ്ടും അടിമത്തത്തിലോട്ട് പോവുകയാണ്. പണം എന്ന രാജാവ് ഇവിടെ വാഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അത് നേരല്ല. ഇവിടെ സത്യത്തിനും നീതിക്കും വേണ്ടിയാണ് ചലിക്കേണ്ടത്. OPS അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ അത് 150 പ്രാവശ്യം ശരിയാണ്. ഞാൻ കാര്യം ചോദിക്കട്ടെ ശ്രീമതി ഉഷ, ഇത് നിങ്ങൾക്ക് നേരത്തെ ചെയ്തുകൂടായിരുന്നു? നിങ്ങൾ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ പനീർശെൽവം നടത്തിയ വെളിപ്പെടുത്തലുകൾ സമയം വൈകിപ്പോയോ എന്നൊരു ചോദ്യം വരുന്നില്ലേ? ഇപ്പോൾ നിർബന്ധിച്ച് രാജിവെപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ സമയത്തിന് അദ്ദേഹത്തിന് തുറന്നു പറഞ്ഞുകൂടായിരുന്നു, എന്നെ നിർബന്ധിച്ചാണ് രാജിവെപ്പിക്കുന്നത്, ഞാൻ തനിയെ പുറത്തു പോകുന്നതല്ല, എന്നോട് പുറത്തിറക്കി പോകാൻ പറയുകയാണ് എന്ന് പറഞ്ഞിരുന്നോ? പറയാൻ പാടില്ലായിരുന്നോ? പിന്നീട് ആലോചനകൾക്ക് ശേഷം അദ്ദേഹം പറയുമ്പോൾ പുറകിൽ ആരൊക്കെ ഉണ്ട് എന്നൊരു തോന്നൽ വരുന്നില്ലേ? കാരണം പറഞ്ഞുതരാം. മന്നാർഗുഡി മാഫിയ എന്ന് പറയുന്ന ആൾക്കാർ അവരെന്താണെന്ന് തൊട്ടറിയുന്ന ആൾക്കാരാണ് ചെന്നൈയിലുള്ളവർ. ഇദ്ദേഹത്തെ രാജിവെക്കാൻ വിളിക്കുമ്പോൾ പോയ്സ് ഗാർഡനിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യും? ഒരു മഹാപർവ്വതമായിരുന്നു ജയലളിതാമ്മ. 77 ദിവസം ലോകത്തെ കാണിക്കാത്ത ഒരു വ്യക്തിക്ക് ഈ ഒരു പാവം മനുഷ്യനെ പോയ്സ് ഗാർഡനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പിന്നെ അദ്ദേഹം എന്ത് പറയും? ഞാൻ രാജിവെക്കാന്നല്ലാതെ. രാജിവെച്ചു കഴിഞ്ഞപ്പോഴും ജനങ്ങൾ അദ്ദേഹത്തിന്റെ പിറകിലുണ്ട്. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ശശികലാമ്മയുടെയും ജയാമ്മയുടെയും പോസ്റ്റർ കണ്ടാൽ ശശികലാമ്മയുടെ പോസ്റ്റർ വലിച്ചു കീറുന്നു. കാരണം ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്തതാണ് ചെന്നൈയിൽ അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ. ഇപ്പൊ സമ്പ്രദായങ്ങൾ നടന്നുകൊണ്ടുവരുന്നതും ജനങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതും ചിലപ്പോൾ ഉള്ളിൽ നിന്ന് ആരെങ്കിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അയാൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും, എന്റെ പാത ഞാൻ തിരിച്ചു വരണം, അമ്മയ്ക്ക് വേണ്ടി ഞാൻ മരണം വരിക്കാനും തയ്യാറാണെന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ എല്ലാ മനുഷ്യനും ഫിനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് പറന്നുയരുന്നത്. അതായിരിക്കും ഇവിടെ സംഭവിച്ചത്. ശരി, ഞാൻ വരാം. ശ്രീ കുഞ്ഞിക്കണ്ണൻ, താങ്കളിലേക്കും വരാം. അതിനു മുമ്പ് ശ്രീ PV തോമസ്, താങ്കളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഇന്നലെ OPS വാർത്താ സമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമായും അദ്ദേഹം 2 കാര്യങ്ങളാണ് ഉന്നം വെച്ചത്. ഒന്ന്, ജയലളിത എന്ന തമിഴ് മക്കളുടെ ആ വികാരം, ആ ജനപിന്തുണ തനിക്ക് അനുകൂലമാക്കിയെടുക്കുക. മറ്റൊന്ന്, ഈ മരണത്തിലുള്ള ദുരൂഹത ഒരിക്കൽ കൂടി ശശികലയ്ക്കെതിരായ ആയുധമാക്കുക, ജനവികാരം അവർക്ക് എതിരാക്കുക. അതിൽ എത്ര ശതമാനം OPS വിജയിച്ചിട്ടുണ്ട് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാധ്യത OPSന് താങ്കൾ കാണുന്നുണ്ടോ? ആദ്യം തന്നെ OPSന്റെ പൊസിഷൻ ശരിയാക്കേണ്ടിയിരിക്കുന്നു. OPS ആണോ ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ? രാജിവെച്ച് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഓർഡർ ഇടാനുള്ള അധികാരമുണ്ടോ എന്നുള്ള കാര്യമെല്ലാം വളരെയധികം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതായാലും ഇങ്ങനൊരു വിഷയം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നത് ഏതായാലും തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. കാരണം ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ മന്നാർഗുഡി മാഫിയ എന്ന് പറയുന്നതിൻ്റെ പിടിയിലാണ് ഇപ്പോൾ പോസ്റ്റ് ഗാർഡൻ എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. ഇതെല്ലാം ശരിക്കും ഇതിൻ്റെ എല്ലാം പുറകിലുള്ള ദുരൂഹത മാറ്റി ജനങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം ഉണ്ട്. അത് അടുത്ത മുഖ്യമന്ത്രിക്കാണുള്ളത്. അടുത്ത മുഖ്യമന്ത്രി ശശികലയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഗവർണർ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണാൻ പോകുന്നത് പനീർശെൽവത്തെ OPSനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിറകിൽ? ഡൽഹിയും ചെന്നൈയും ഈ ഗവർണറുടെ രാജ്ഭവനും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ഇങ്ങനെ പൊങ്ങി വരുവാനായിട്ട് പനീർശെൽവത്തിന് സാധിക്കില്ല. ഈ പറഞ്ഞ പോലെ തന്നെ മന്നാർഗുഡി മാഫിയെ പേടിച്ചിട്ടാണ് ശശികലയുടെ ഭീഷണിക്ക് വഴങ്ങിയെന്ന് പറയുകയാണെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ മുഖ്യമന്ത്രി നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? ആ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയല്ലേ? ഒരു ഭയവുമില്ലാതെ അദ്ദേഹത്തിന് അവിടെ സംബന്ധിച്ച് പോസ്റ്റ് ഗാർഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും വെളിപ്പെടുത്താമായിരുന്നു, ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താമായിരുന്നു. മാധ്യമങ്ങളുണ്ട് ഇവിടെ, മാധ്യമങ്ങളോട് പറയാമായിരുന്നു ഞാനിങ്ങനെ നിർബന്ധിതനായിരിക്കുകയാണെന്ന് പറയാമായിരുന്നു. അത് പറയാതെ അദ്ദേഹം പിന്നീടൊരു കാര്യം പറഞ്ഞപ്പോൾ അതിൽ തീർച്ചയായിട്ടും അതിന് സംശയത്തിൻ്റെ നിഴലുണ്ടതിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ആ സംശയത്തിന് നിഴൽ എന്തെന്നാണ് ശ്രീ കുഞ്ഞിക്കണ്ണൻ പറയേണ്ടത്? ഞാൻ താങ്കളിലേക്ക് വരാം.